ബസ് തൊഴിലാളികളുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിൽ വ്യക്തത വരുത്തി മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. അത്രയും ഗുരുതരമായ കേസിൽപ്പെട്ടവർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ എന്ന് മന്ത്രി വ്യക്തമാക്കി. ഈ പോലീസ് വെരിഫിക്കേഷൻ അതിൽ സർക്കാർ വിട്ടുവീഴ്ചയ്ക്കില്ല, വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. മാധ്യമപ്രവർത്തകരോടും ജനങ്ങളോടും ഞാൻ ചോദിക്കുകയാണ്, അത്തരത്തിലുള്ളവരെ കൊണ്ട് കേരളത്തിൽ വണ്ടി ഓടിക്കാൻ അത് KSRTCയിലും അനുവദിക്കില്ല, പ്രൈവറ്റ് ബസ്സിലും അനുവദിക്കില്ല. KSRTCയിലും പുതുതായി എല്ലാവരുടെയും പോലീസ് വെരിഫിക്കേഷൻ. KSRTC ജീവനക്കാർ, സ്ഥിരം ജീവനക്കാർക്ക് അതെല്ലാം ഉണ്ട്. ടെമ്പററി ആയിട്ട് എടുക്കുന്നവർക്കെല്ലാം അത് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് ഷിഫ്റ്റിൽ എടുക്കുന്നു. ഇപ്പോൾ ഷിഫ്റ്റിലെ ആൾക്കാരെ എടുക്കുന്നുണ്ട്, പുതുതായിട്ട് ഷിഫ്റ്റിൽ ആളെ എടുക്കുമ്പോൾ ഇത് നിർബന്ധമാണ്. ഇതിൽ പ്രധാനമായിട്ട് പറയാം, വീട്ടിലെ വഴക്ക്, പൊളിറ്റിക്കൽ സമരങ്ങൾ, അങ്ങനെയുള്ള വിഷയമൊന്നും എടുക്കാൻ പാടില്ല. ഈ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിക്കുക, അല്ലെ നമുക്ക് FIR നോക്കിയാൽ അറിയാമല്ലോ. പോലീസ് ക്ലിയറൻസിൽ ഒരു ക്രിമിനൽ കേസ് ഉണ്ടെങ്കിൽ FIR കയറി ഡൗൺലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് എടുക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക, സ്ത്രീകളെ ഉപദ്രവിക്കുക, കൊലപാതകങ്ങൾ, ഹാബിച്വൽ ക്രൈം ചെയ്യുക, വളരെ റാഷായിട്ട് വണ്ടി ഓടിച്ച് 4-5 പേരെ കൊല്ലുക, പിന്നെ അങ്ങനെയുള്ള കേസുകളുള്ളൂ. പിന്നെ മയക്കുമരുന്നിൻ്റെ ഒരു വിഷയം, അത് ഉപയോഗിക്കുന്നവരായിട്ട് പിടിക്കുകയോ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്നവരായിട്ട് കണ്ടുപിടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പാടില്ല എന്നുള്ളത്. അത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഉടമസ്ഥർക്കും അറിയാം അവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ്. പിന്നെ ആളെ കിട്ടാനുള്ള പ്രയാസമുണ്ട്. പക്ഷേ അവർ പൊന്നുവെച്ച് ഒരു മാറ്റം വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഡ്രൈവർ കണ്ടക്ടർ ആകണമെങ്കിൽ 10ാം ക്ലാസ്സിൽ പരീക്ഷ അപ്പിയർ ചെയ്തിരിക്കണം, ജയിക്കണമെന്നില്ല. പക്ഷെ അത് കുറയ്ക്കാൻ തീരുമാനിച്ചു. 7ാം ക്ലാസ് കഴിഞ്ഞാലും കണ്ടക്ടർ ലൈസൻസ് കൊടുക്കുക. കാരണം ഡ്രൈവിംഗ് ലൈസൻസ് ഇങ്ങനെ ഒരു പാഠഭാഗം പറയുന്നില്ല. ഡ്രൈവിംഗ് ലൈസൻസിൽ ഏതുവരെ പഠിക്കണമെന്ന് പറയുന്നില്ല, അപേക്ഷിച്ചാൽ കൊടുക്കാം. പക്ഷേ ഇതിൽ ഒരു ലിമിറ്റ് 10ാം ക്ലാസ് എന്ന് വെച്ചു. അതുകൊണ്ട് ഒരുപാട് ആൾ ചെറുപ്പത്തിൽ തന്നെ ബസ്സിൽ പഠിത്തം ഡ്രോപ്പായിട്ടായി പോയി ഒരുപാട് പാവപ്പെട്ട കുഞ്ഞുങ്ങൾ